നമസ്കാരം. സർഗപക്ഷം ചിന്തകളുടെ, അഭിപ്രായങ്ങളുടെ, നിർദ്ദേശങ്ങളുടെ, നിരീക്ഷണങ്ങളുടെ, വിശകലനങ്ങളുടെ സർഗപക്ഷം സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നടത്തുന്ന ചർച്ചകൾ അല്ലെങ്കിൽ സംവാദങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു ആശയമാണ് സർഗപക്ഷം. സർഗപക്ഷത്തോട് നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. സർഗപക്ഷം തുടങ്ങുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം, അതിൻ്റെ മോഷണം, മോഷ്ടാക്കളെ പിടിക്കൽ, അവരെ ജയിലിലേക്ക് അടയ്ക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അത് വാർത്തകളാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റു ചില വാർത്തകളുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം, ശബരിമല പോലെ തന്നെ കേരളത്തിൻ്റെതെന്നല്ല മുഴുവൻ ജനങ്ങളുടെയും വിശ്വാസികളുടെയും ആശ്വാസ കേന്ദ്രമായ മറ്റൊരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ അവിടുത്തെ പ്രസിദ്ധമായ ഏകാദശി വിളക്ക് നടക്കുകയാണ്. ഏകാദശി വിളക്കിനോടനുബന്ധിച്ചാണ് സുപ്രസിദ്ധമായ ചെമ്പൈ സംഗീതോത്സവവും. ഈ സംഗീതോത്സവത്തിൽ അവിടെ ഒരു ശംഖനാദം കേട്ടു. ആ ശംഖനാദത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് സംസാരിക്കുവാനുള്ളത്. മഹാഭാരതം ഒരു ഇതിഹാസമാണ്. ആ ഇതിഹാസത്തിന് ഒരു രാഷ്ട്രീയ കഥ കൂടി പറയുവാനുണ്ട്. ആ രാഷ്ട്രീയം അധികാരത്തിലേറി മതോന്മത്തരായ ദുര്യോധനാദികളുടെ, കുരുവംശ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അധികാര രാഷ്ട്രീയത്തിനെതിരെ നടത്തിയ ഒരു പോരാട്ടം കൂടിയാണ് മഹാഭാരത യുദ്ധം. ആ യുദ്ധത്തിലേക്ക് എത്തിച്ചേർത്തത് അധികാരമുണ്ടായിരുന്ന ദുര്യോധനൻ തൻ്റെ അധികാരം വിനിയോഗിച്ച് നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധമായപ്പോൾ അധികാരത്തിന് അർഹതയുണ്ടായിട്ടും അജ്ഞാതവാസം നയിക്കേണ്ടി വന്ന ആ പാണ്ഡവർ നടത്തിയ ഒരു ധർമ്മയുദ്ധത്തിൻ്റെ കഥയാണ് മഹാഭാരതത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ആ മഹാഭാരത യുദ്ധത്തിൻ്റെ 18ാം യുദ്ധം എന്ന് അറിയപ്പെടുന്ന ആ മഹാഭാരത യുദ്ധത്തിൻ്റെ, കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ എല്ലാ സേനാ നായകന്മാരും അവരവരുടെ യുദ്ധസന്നദ്ധത അറിയിച്ചുകൊണ്ട് ശംഖനാദം മുഴക്കിയിട്ടുണ്ട്. ആ ശംഖനാദം മുഴക്കിയതുപോലെ ഗുരുവായൂരിൽ നിന്ന് കേട്ട ഒരു ശംഖനാദമുണ്ട്. ആ ശംഖനാദം നമ്മളുടെ എല്ലാം മനസ്സ് തുറപ്പിക്കേണ്ടത്, കണ്ണു തുറപ്പിക്കേണ്ടത്, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. ഗുരുവായൂരിലെ ഏകാദശി വിളക്കിനെക്കുറിച്ച് കേൾക്കാത്തവരില്ല. വിശ്വാസികൾ, ഭക്തന്മാരെല്ലാം അതിനുവേണ്ടി കേരളത്തിൻ്റെ എന്നല്ല, കേരളത്തിന് പുറത്തുള്ള വിശ്വാസികൾ പോലും അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലമാണ് ഗുരുവായൂരിലെ ഏകാദശി വിളക്ക്. ആ ഏകാദശി വിളക്കിലെ ചെമ്പൈ സംഗീതോത്സവം, ചെമ്പൈ എന്ന് പറയുന്ന സംഗീതത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച, സംഗീതത്തിൻ്റെ ഭക്തിയിൽ ഭഗവാനിൽ സായുജ്യം അടഞ്ഞ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, അദ്ദേഹം തൻ്റെ ജീവിതം ഭഗവാനിൽ അർപ്പിച്ച ഒരു സംഗീത തപസ്യ കൂടിയായിരുന്നല്ലോ. ഗുരുവായൂരിൽ ചെമ്പൈ നടത്തിയിരുന്ന സംഗീത അർച്ചന അദ്ദേഹത്തിൻ്റെ കാലശേഷം ഞാൻ ഇല്ലാതായാലും ഇത് തുടരണം എന്ന് തൻ്റെ ശിഷ്യന്മാരെ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിക്കുകയുണ്ടായി. ശിഷ്യന്മാർ അത് അനുസരിക്കുകയും ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 1974 ചെമ്പൈ ഭാഗവതരുടെ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം നടന്ന ചെമ്പൈ സംഗീതോത്സവം എന്ന പേരിലേക്ക് ഗുരുവായൂർ എന്ന് ദേവസ്വം ഏറ്റെടുത്ത് അത് നടത്തുകയാണ്. ആ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ 50ാം വർഷം കൂടിയാണ് ഇത്, സുവർണ ജയന്തി. ആ സുവർണ ജയന്തിയിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഞാനീ പറഞ്ഞ ശംഖനാദത്തിൻ്റെ ഒരു സാഹചര്യം. അവിടെ ഗുരുവായൂർ ഈ ചെമ്പൈ സംഗീതോത്സവത്തിൽ എല്ലാ വർഷവും സംഗീതജ്ഞന്മാരിൽ പ്രമുഖരായ ഒരാളെ തിരഞ്ഞെടുത്ത് അവരെ ആദരിക്കുകയും അവാർഡ് കൊടുക്കുകയും ചെയ്യുന്ന, പുരസ്കാരം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ പ്രാവശ്യം അങ്ങനെ ഈ സംഗീത വിദ്വാനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ വിദുഷിയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള സമിതി രൂപീകരിച്ചപ്പോൾ ആ സമിതിയുടെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് ചേർത്തല രംഗനാഥ ശർമ്മ എന്ന സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സമിതി അംഗങ്ങളും ചേർന്ന് മികച്ച സംഗീത പ്രതിഭയെ കണ്ടെത്തി അത് ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ സംഘാടക സമിതി, അതായത് ഗുരുവായൂർ ദേവസ്വത്തെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഒരു ആൾക്ക് കൊടുക്കണം എന്നാണ് ആഗ്രഹം, അവർക്ക് വേണം അവാർഡ് കൊടുക്കുവാൻ, പുരസ്കാരം കൊടുക്കുവാൻ. പക്ഷേ ഈ രംഗനാഥ ശർമ്മയും കൂട്ടരും അതിന് തയ്യാറായില്ല, വഴങ്ങിയില്ല. അവർ പ്രസിദ്ധ സംഗീതജ്ഞയായ പാൽക്കുളങ്ങര അംബികാദേവിക്ക് ഈ പുരസ്കാരം പ്രഖ്യാപിക്കുകയും അത് വേണമെന്ന് നിർബന്ധിക്കുകയും പുരസ്കാരം പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ സംഭവിച്ച കാര്യം, അധികാരവർഗം അവരുടെ താല്പര്യങ്ങൾക്ക്, അവരുടെ രാഷ്ട്രീയങ്ങൾക്ക്, അവരുടെ ഇച്ഛാനുസരണം
ഒരു അവാർഡ് കൊടുക്കണം എന്ന് നിശ്ചയിച്ചപ്പോൾ അതിനെ എതിർക്കുവാൻ വേണ്ടി കലാകാരന്മാർ തയ്യാറായി, അതിനോട് യോജിക്കുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ആ ശംഖനാദ ശബ്ദം. ആ ശംഖനാദം കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ആധിപത്യത്തിൻ്റെ, രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഒരു വിരാമം, ആ വിരാമത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധത്തിൻ്റെ തുടക്കം കൂടിയായിട്ടാണ് നമുക്കതിനെ കാണേണ്ടതുണ്ട്. സാംസ്കാരിക മേഖലയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അപജയത്തെ, ആ അപജയത്തിൽ നിന്ന് സംസ്ഥാനം രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷ കൂടിയായിട്ടാണ് അതിനെ വിലയിരുത്തേണ്ടത്. ഗുരുവായൂർ കേട്ട ശംഖനാദം അതായിരുന്നു. ഈ പറഞ്ഞതുപോലെ പുരസ്കാരം നിശ്ചയിച്ചത് പാൽക്കുളങ്ങര അംബികാദേവിക്ക് ആണ്. അവർക്ക് തന്നെ സമ്മാനം കൊടുക്കുന്ന തീരുമാനമുണ്ടായി. ആ തീരുമാനം പ്രഖ്യാപിക്കൂ. പക്ഷേ എല്ലാ പ്രാവശ്യവും ഈ ജൂറി അംഗങ്ങൾക്ക് അവിടെ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടുവാനുള്ള അനുമതിയുണ്ട്. അവർക്ക് പ്രത്യേകമായി അതിനൊരു അധികാരമുണ്ട്, അവകാശമുണ്ട്, ആദരവ് കിട്ടുന്ന ഒരു പരിപാടി കൂടിയാണത്. ആ പരിപാടിയിൽ നിന്ന് ഈ രംഗനാഥ ശർമ്മയെ ഈ സമിതി മാറ്റി നിർത്തി എന്നുള്ളതാണ് അതിൻ്റെ തുടക്കം. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഇച്ഛാനുസാരണം പ്രവർത്തിക്കുവാൻ ആകാത്ത കലാകാരന്മാരെ, അവരെ കഴുത്തറുത്ത് കൊല്ലുവാൻ വേണ്ടി കഴിയാത്ത ഒരു ജനാധിപത്യ സംവിധാനമായതുകൊണ്ട് അവർ ചെയ്തത്, അവരെ ഈ സംഗീത ഉത്സവത്തിൽ നിന്ന് അവരെ വിലക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഭരണാധികാരികളുടെ ഈ വിലക്ക് രംഗനാഥ ശർമ്മയ്ക്ക് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനോ അദ്ദേഹത്തിനോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തോടുകൂടി സംഗീത വിദ്വാനായിരിക്കുന്ന ശ്രീ കൊല്ലം GS മുരളി, ഇവർ രണ്ടുപേരെയും ഇത്തവണ സംഗീതോത്സവത്തിൽ നിന്ന് ഈ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡ് തമസ്കരിച്ചു. അവരെ ആരാധനയിൽ നിന്ന് വിലക്കി. പകരക്കാരനായി മറ്റൊരു സംഗീത വിദ്വാനായിട്ടുള്ള ശ്രീ KS വിഷ്ണുദേവനെയാണ് ക്ഷണിച്ചത്. KS വിഷ്ണുദേവൻ ആ ദിവസം പാടുവാൻ തയ്യാറായിക്കൊണ്ട് ഏൽക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ സമയത്ത് ശ്രീ KS വിഷ്ണുദേവ് പറഞ്ഞു, ഗുരുക്കന്മാർക്ക് തുല്യരായ അവരെ ഒഴിവാക്കിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് ഞാൻ പാടുവാൻ വരിക എന്ന് പറയുന്നത് ഒരു വലിയ അപരാധമായതിനാൽ ഞാനതിന് തയ്യാറല്ല, എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് വിഷ്ണുദേവൻ അതിനുവേണ്ടി തയ്യാറായില്ല. അദ്ദേഹം മാറി നിന്നു. വിഷ്ണുദേവനെ പോലെ മറ്റ് പല പ്രമുഖ സംഗീതജ്ഞന്മാരും ഈ സംഗീതോത്സവത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ചെമ്പൈ സംഗീതോത്സവത്തിന് സുവർണ വർഷത്തിൽ 50-ാം വർഷത്തിൽ ഉണ്ടായ ഒരു നിറമങ്ങൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇത് പിന്മാറ്റവും സമരവും പോർവിളികളും നടത്തിയ സംഘർഷത്തിലൂടെയും സംഘടനത്തിലൂടെയും സമ്പൂർണ്ണ വിപ്ലവം കൊണ്ടുവരാമെന്ന് കരുതുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ വഴി അത് ആണ്. ആ വഴിയിലല്ല ഈ ശർമ്മയും മറ്റും സഞ്ചരിച്ചത്. മറിച്ച് സർഗശേഷിയുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും കലാസംസ്കൃതിയുടെയും അതിനെയെല്ലാം ഭീഷണിപ്പെടുത്തിയും കൂച്ചുവിലം കിട്ടും വരുതി നിർത്താമെന്ന് കരുതുന്ന കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിന് എതിരെയുള്ള ഒരു പുതിയ ശംഖനാദമാണ് കേട്ടത്. ആ സംസ്കാരത്തിൻ്റെ ധനാശി പാടലാണ് ഗുരുവായൂരിൽ കേട്ടത്. തികച്ചും ശുഭകരമായ ഒരു ലക്ഷണമാണ്. ഇപ്പോൾ വേടൻ എന്ന പേരിൽ പാട്ടെഴുതിയ, സിനിമാ ഗാനം എഴുതിയ ഒരാളിന് അവാർഡ് കൊടുക്കുവാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരം ഉള്ള സംവിധാനമുണ്ടായി, ശരി, സമ്മതിക്കുന്നു. ആ ഉത്തരവിൽ ഒപ്പുവെക്കുവാൻ വേണ്ടിയിട്ട് ചലച്ചിത്ര അവാർഡിൻ്റെ ജൂറി ചെയർമാനായ പ്രകാശ് രാജിന് മടിയുണ്ടായിരുന്നില്ല. എഴുതി കൊടുത്തതിൽ ഒപ്പിടുന്ന ഒരു പ്രവണതയായിരിക്കാം അദ്ദേഹം പെടുന്നത്. പക്ഷേ ആ ഗണത്തിലല്ല താനെന്ന് ചേർത്തല രംഗനാഥ ശർമ്മയും മറ്റും തെളിയിക്കുകയുണ്ടായി. അത് വലിയൊരു മാറ്റമാണ്. കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ടാണ് നാം ഇതിനെ കാണേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം കമ്മ്യൂണിസ്റ്റ് സാംസ്കാരിക നായകർക്ക് സംഭവിച്ചിരിക്കുന്ന ചില മനംമാറ്റങ്ങൾ, ആ മനംമാറ്റങ്ങൾക്ക് ഇത് തുടർച്ചയാകും, ഉറപ്പാണ്. പക്ഷേ ചെമ്പൈ സംഗീതോത്സവ പുരസ്കാര നിർണയവും തുടർ സംഭവങ്ങളും ഒരു കാര്യം നിസ്സംശയം വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ചില പൈതൃകങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും പാരമ്പര്യം കുറ്റിയേറ്റു പോയിട്ടില്ല എന്ന് തന്നെയാണത്. ഓർമ്മയില്ലേ, കേരള ചരിത്രം രചിക്കുവാൻ വേണ്ടിയിട്ട് സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണ സർക്കാർ ചില തീരുമാനങ്ങളെടുത്ത് കേരള ചരിത്രം എഴുതുവാൻ വേണ്ടിയുള്ള ഒരു സമിതിയെ നിശ്ചയിച്ച് ആ സമിതിക്ക് അധ്യക്ഷനായിട്ട് പ്രസിദ്ധ ചരിത്രകാരനായിരുന്ന ശ്രീ പ്രൊഫസർ A ശ്രീധരമേനോനെ നിയോഗിക്കുകയും ചെയ്തു. പക്ഷേ നിയോഗിച്ച കൂട്ടത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിനോട് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിലുള്ള കേരള ചരിത്രമാണ് എഴുതേണ്ടതെന്ന്. കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിലുള്ള കേരള ചരിത്രമോ? ചരിത്രകാരനായ എനിക്ക് എൻ്റെ വിശ്വാസങ്ങൾക്കെയും എൻ്റെ കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിലല്ലാതെ മറ്റൊരു ചരിത്രം എഴുതുവാൻ വേണ്ടിയിട്ട് എനിക്കാവില്ല, എന്നെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞ് മുഖത്തടിച്ചതുപോലെ പറഞ്ഞ് ഇറങ്ങിപ്പോയ, മാറി നിന്ന ശ്രീ പ്രൊഫസർ A ശ്രീധരമേനോൻ. EMSന്റെ ചരിത്രവും വ്യാഖ്യാനങ്ങളും ഭാഷാ ദർശനങ്ങളും സാഹിത്യ ദർശനങ്ങളും എല്ലാം ഭോഷ്കാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രൊഫസർ MGS നാരായണൻ. ഇവരുടെയൊക്കെ തലമുറയിൽ, ആ തലമുറയുടെ തുടർച്ചയായി മാറിയിരിക്കുന്നു ഇപ്പോൾ ഈ ചേർത്തല ശർമ്മ
ആ ശർമ്മയുടെ ഈ ഒരു തുടക്കം അത് MGS നാരായണനെ പോലെ, ശ്രീധരമേനോനെ പോലെ ആർജവവും തൻ്റെടവുമുള്ള ആളുകളുടെ പാത പിന്തുടരുവാൻ വേണ്ടിയിട്ട് കലാകാരന്മാർക്ക്, സാഹിത്യകാരന്മാർക്ക്, സാഹിത്യ നായകന്മാർക്ക് ഒരു ആഹ്വാനം കൂടിയാണ് ഇത്. ഈ ശംഖനാദം ഒരു പ്രതീക്ഷയാണ്, ഒരാശ്വാസമാണ്. മേൽപ്പുറത്ത് നാരായണീയ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറഞ്ഞതുപോലെ ഹന്ത ഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തിൻ്റെ ഒരു വലിയ ഭാഗ്യം കൂടിയാണ് ഇതെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഇതുകൂടി പറയാം. ചമ്പൈ സംഗീതോത്സവത്തിൻ്റെ സമാപനത്തിൽ പാട്ടുണ്ട്. ആ പാട്ട് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ കഴലിന കൈതൊഴുന്നേൻ എന്നാണ്. ആ പാട്ട് പാടുന്നത് കൃഷ്ണനോട് ആണ് സമർപ്പിക്കുന്നത്, കൃഷ്ണനോടാണ് ആ ചോദ്യം ചോദിക്കുന്നത്, അല്ലാതെ അധികാരി വർഗത്തോടല്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്ന ഈ സംഭവത്തെ, ഈ ഗുരുവായൂരിലെ ശംഖനാദത്തെ നമുക്ക് ഒന്നിച്ചു നിന്ന് സ്വാഗതം ചെയ്യാം. നമസ്കാരം.